വനിതാ ദിനത്തിൽ ലോകമെമ്പാടുമുള്ള വനിതകൾക്ക് പ്രചോദനമാകുന്ന ഒരു പെൺകുട്ടിയുണ്ട് പത്തനംതിട്ടയിൽ. സ്വപ്ന നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചാൽ തടസ്സങ്ങൾ മറികടക്കാൻ കഴിയുമെന്ന് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച് മാതൃകയാവുകയാണ് ഏനാത്ത് സ്വദേശിനി നന്ദന. വെല്ലുവിളികളെ അതിജീവിക്കാൻ പ്രചോദനം പകരുന്ന നന്ദന എന്ന നന്ദൂട്ടിയുടെ വിശേഷങ്ങൾ കണ്ടുവരാം. മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കരയ്ക്കുള്ളില് ചോരക്കൺമുയൽ, ഇങ്ങു നീലത്തുരത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കരയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. നന്ദന എപ്പോഴും ഹാപ്പിയാണ്. എല്ലാവരെയും ഹാപ്പിയാക്കാനാണ് നന്ദനയ്ക്ക് ഇഷ്ടം. നന്നായി പാട്ടുപാടും, മിമിക്രി കാണിച്ച് എല്ലാവരെയും ചിരിപ്പിക്കും. അങ്ങനെ പാട്ടുപാടിയും മിമിക്രി കാണിച്ചും നന്ദനയ്ക്ക് നിരവധി അംഗീകാരങ്ങളും ലഭിച്ചു. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവങ്ങളിൽ നന്ദന താരമായി. സോഷ്യൽ മീഡിയയിലും നന്ദനയ്ക്ക് ആരാധകർ ഒരുപാടുണ്ട്. എല്ലാ തടസ്സങ്ങളെ അതിജീവിച്ച് നേടിയ വിജയം. പാട്ടും മിമിക്രിയും ചെറുപ്രായം മുതലേ നന്ദന തനിയെ പഠിച്ചതാണ്. ഒരു തത്തയുടെ സൗണ്ടിലേക്ക് കേൾക്കാം. വേറെ നോക്കിനി നാദസ്വരം. മിമിക്രി ഞാനാണെങ്കിൽ കുറച്ചും കൂടെ വളർന്നപ്പോഴാ ഈ നമ്മളുടെ അടുത്ത പക്ഷികളുടെ സൗണ്ടുകളൊക്കെ വീടിനടുത്തൊക്കെയാണ്, അപ്പുറം ഇപ്പുറമൊക്കെ. അങ്ങനെ കേട്ടിട്ട് പഠിക്കുന്നതാ. പാട്ട് ഞാനാണെങ്കിൽ മൊബൈലിൽ കേട്ടിട്ട് പഠിക്കും. അങ്ങനെ ഞാൻ ചുമ്മാ ഇരുന്ന മൂളിപ്പാട്ടൊക്കെ പാടുമായിരുന്നു. VHSC അഗ്രികൾച്ചറൽ വിദ്യാർത്ഥിനിയാണ് നന്ദന. മ്യൂസിക് അധ്യാപികയാകാനാണ് ആഗ്രഹം. അച്ഛൻ വിനേഷും അമ്മ റീജയും നന്ദനയുടെ ആഗ്രഹങ്ങൾക്ക് ഒപ്പമുണ്ട്. കുഞ്ഞിലെ ഒരു കലാവാസന ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് ചെറിയതായിട്ട് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഇതിനിടയ്ക്ക് വെച്ച് മോക്കൊരു ഇൻസിഡൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഒരു മോക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു വൈകല്യം ഉണ്ട്. കാര്യം കാഴ്ചയുടെ ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ കൈക്ക് മോൾക്ക് ഇച്ചിരി പ്രോബ്ലം ഉണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള പിന്നെ അങ്ങനെ അവളെയും കൊണ്ട് ഇങ്ങനെ കയറി ഇറങ്ങി ഒരുപാട് ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ കയറി ഇറങ്ങി. ഇപ്പം ഒരുപാട് ഞങ്ങൾക്ക് മോൾക്കത് ഭേദമുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഗീത അധ്യാപികയാക്കണം. കൂടെ മിമിക്രി ഉണ്ട്, അതും കൂടെ അവളെ കൊണ്ടുപോകണം. ലോകം അറിയുന്നൊരു കലാകാരിയായി വളർത്തിയാണ് ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യം. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ പാട്ട് പഠിക്കുന്ന സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ് സംവിധാനം ചെയ്തേക്കുന്നത്. പുള്ളി ആ സംവിധാനം ചെയ്തു മോളെ കൊണ്ട് പാടിച്ചതാണ്. നാളെ ഒരു പൊൻപൂ എന്നാണ് ആൽബത്തിൻ്റെ പേര്. മോളത് നല്ല രീതിക്ക് എല്ലാവരും നല്ലതായിട്ട് അത് അംഗീകരിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മ്യൂസിക് ടീച്ചർ ആക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി, വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.